ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. അപ്പോൾ ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയും അതേപോലെ തന്നെ ഒത്തിരി വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥ മാത്രമല്ല, ഈ അസ്വസ്ഥതയെല്ലാം നമ്മുടെ വീട്ടിനുള്ളിലും ഉണ്ടാവും. ചുമയായിട്ടും അല്ലെങ്കിൽ ജലദോഷമായിട്ടും തുമ്മലായിട്ട് പനിയായിട്ട് ഒക്കെ ആയിട്ട് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും എല്ലാവർക്കും ഒരു അസ്വസ്ഥതയാണ്. എന്നാൽ കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയും കൂടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനീയം തയ്യാറാക്കിയാലോ? അപ്പം നമുക്കങ്ങ് തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വേണം. നമ്മുടെ വീടുകളിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ: ശർക്കര, കുരുമുളക്, ചുക്കില്ല എങ്കിൽ ഇഞ്ചിയാണെങ്കിലും പച്ച ഇഞ്ചിയാണെങ്കിലും എടുത്താൽ മതി. അതേപോലെ ചെറുജീരകം, ഗ്രാമ്പു, കറുവപ്പട്ട, 2 ഏലയ്ക്ക, ജാതിക്ക, പിന്നെ വേണ്ടത് തുളസി, അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല. ഇത്രയും സംഭവങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുത്താലേ അത് അവിടെ വെള്ളത്തിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചതച്ച് ഇടുന്നതായിരിക്കും ഒന്നും കൂടി അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം കുരുമുളക് ഒന്ന് ഇട്ട് ഒന്ന് ചതയ്ക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സംഭവങ്ങളൊക്കെ മതി. ഈ ചുക്കിന് പകരം നിങ്ങൾക്ക് പച്ച ഇഞ്ചി ആണെങ്കിലും എടുത്താൽ മതി. അതേപോലെ തന്നെ കുരുമുളകൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങളാണ് ബാക്കിയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ കുരുമുളകൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. മിക്സിക്കകത്തിട്ട് അടിക്കരുത്, മിക്സിക്കകത്തിട്ടാൽ പൊടിഞ്ഞു പോകും. നമുക്ക് പൊടിയൊന്നുമല്ല, നമുക്ക് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഞാനവിടെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചി ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ഉണങ്ങിയതുകൊണ്ട് തന്നെ നല്ല ഹാർഡായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ചതച്ചെടുക്കാൻ വേണ്ടി ആക്ച്വലി. അപ്പം പകുതി ചതച്ചിട്ട് പിന്നെ ഞാനത് കൈ കൊണ്ട് അങ്ങ് കീറിയിടുക ചെയ്ത്, അല്ലാതെ നടക്കത്തില്ല എന്ന് തോന്നി. അപ്പം ഞാനതൊന്ന് ഇതാക്കിയെടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അത് റെഡിയാക്കി. ഇനി നമുക്ക് പൊടിക്കേണ്ടത് നമ്മുടെ ഗ്രാമ്പുവും ഏലക്കയും കൂടി ഒന്നിച്ചിട്ടിട്ട് ഞാനങ്ങ് പൊടിച്ചെടുക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ജാതിക്കയുടെ ആ കഷ്ണവും കൂടി ഞാനിട്ട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ചതച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പനിക്കൂർക്ക ഇലയും നമ്മുടെ തുളസി ഇലയും ചതയ്ക്കണമെന്നൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇട്ടാലും അതിൻ്റെ സത്തങ്ങോട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ അതെല്ലാം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് പൊടിച്ചെടുക്കേണ്ടത് നമ്മുടെ ശർക്കരയാണ്. ശർക്കര നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ശർക്കര ഉപയോഗിക്കാം, പഞ്ചസാര ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ ശർക്കര ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ കരിപ്പട്ടി എന്ന് പറയുന്ന സംഭവമല്ലേ, അതാണെങ്കിലും ഉപയോഗിക്കാം. ഏതാണോ ഔഷധ ഗുണമായിട്ട് നിങ്ങൾ ഏതാണോ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സംഭവം ഉപയോഗിക്കുക. അല്ലാതെ പഞ്ചസാര ചേർക്കാൻ പാടില്ല. അതിന് നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമാണ്. നമുക്ക് എന്തേരെയാണോ ആവശ്യം അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്താ ഉദ്ദേശിച്ചു വന്നതെന്ന്? അത് തന്നെ, ചുക്ക് കാപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ മഴക്കാലത്ത് കുടിക്കുകയാണെങ്കിലുണ്ടല്ലോ കുറേയൊക്കെ പ്രതിരോധ ശക്തി കിട്ടുകയും അതേപോലെ തന്നെ കുറേയൊക്കെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുകയൊക്കെ ചെയ്യും. ജലദോഷവും തുമ്മലും കഫക്കെട്ടൊക്കെ നെഞ്ചിനകത്തുള്ള ആ കഫമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് ഇളകി അങ്ങോട്ട് പോയി ഇതൊക്കെ കുടിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ ശർക്കര ഒഴികെ ബാക്കി എല്ലാ സംഭവങ്ങളും കൂടി അതിനകത്തോട്ട് ഇട്ട് നമ്മളെടുത്തേക്കുന്ന വെള്ളത്തിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ല പോലെ തിളപ്പിക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ അടച്ച് വെച്ച് തന്നെ തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ വെച്ചു. ഇനി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഇലകളൊക്കെ ഇടുമ്പം ഒരു 4-5 പ്രാവശ്യം നല്ല പോലെ വെള്ളത്തിൽ കഴുകിയിട്ട് ഇടാവുള്ളൂ. കാരണം പല കീടങ്ങളും അതിനകത്തുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പം നമ്മുടെ ഇവിടെ ചുക്ക് കാപ്പി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാനുള്ളത് ശർക്കരയാണ്, അതുപോലെ തന്നെ കാപ്പിപ്പൊടി. എനിക്കിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയേ ഉള്ളൂ, മറ്റേ കാപ്പിപ്പൊടി ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ കാപ്പിപ്പൊടി അവൈലബിൾ ആണ്. ഇവിടെയും കിട്ടും കേട്ടോ. ഇവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ നമ്മുടെ നാടൻ സംഭവം കിട്ടാനില്ല. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാപ്പിപ്പൊടി 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക.
അങ്ങനെ ഒരു 1/2 സ്പൂണ് കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. ഇനി അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ശർക്കര ആദ്യം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനിവിടെ ഇടയ്ക്കാണ് ചേർത്തത്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് നമ്മൾ ചെറുതായിട്ട് ചീവിയാണ് ഇട്ടിരുന്നെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റായി പോകും. അതല്ല, ഞാനിവിടെ കുറച്ച് മുഴുപ്പിലാണ് ഇട്ടത്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, അപ്പം അതെല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ വീണ്ടും മൂടി വെക്കുക. അപ്പം മൂടി വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടച്ച് വെക്കുമ്പോൾ ഫ്ലെയിം കുറയ്ക്കണം. അതല്ല എങ്കിൽ തിളച്ചത് മൊത്തം അവിടെ എല്ലാം തിളച്ച് ചാടിപ്പോവും. അപ്പോൾ നമ്മൾ ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൂടി വെച്ച് നമുക്കിതെല്ലാം ഒന്ന് വേവിച്ച് എടുക്കാം. അതാണ് നമ്മുടെ പരിപാടി. ഇനി ഇതിനകത്തോട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല. നല്ലപോലെ ഒന്ന് തിളച്ച് ഇതൊന്ന് ഹാഫായിട്ട് വറ്റി വരണം, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഹാഫ് ആക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെ സത്തുകളെല്ലാം അതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മളിട്ടിട്ടുള്ള എല്ലാ മരുന്നും എല്ലാത്തിൻ്റെയും ഒന്ന് അതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി, ആ വെള്ളത്തിനകത്തോട്ട് എല്ലാം കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് ഹാഫാക്കി എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. നല്ല ഔഷധമായിട്ട് കുടിക്കാനും പറ്റും. ഓക്കെ, അങ്ങനെ ഞാനിവിടെ തിളപ്പിക്കുന്നുണ്ട്. ഒരു ഹാഫാക്കാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ, പെട്ടെന്നൊന്നും ആവില്ല. ഇതൊന്ന് വറ്റി വരണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. എന്നിട്ട് നമ്മൾ അത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കത് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇവിടെ തിളയ്ക്കുന്നുണ്ട്, ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇതൊന്ന് ഹാഫ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊക്കെ ഞാൻ തുറന്നു വെച്ചാണ് വേവിച്ചത്. ഇപ്പോൾ നമ്മുടെ ഹാഫായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇനി അധികം ഒന്നും ചേർക്കാനൊന്നുമില്ല, നമുക്കങ്ങ് കുടിച്ചാൽ മതി. അപ്പോൾ തിളച്ച് ഒരു ഹാഫായി കഴിയുമ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടിയും കൂടി അവിടെ വെക്കുക. അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെർവ് ചെയ്ത് കുടിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ എല്ലാവിധ അസുഖങ്ങളും ഇത് കുടിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് മാറിക്കോളും. പനി, ജലദോഷം, അതേപോലെ തന്നെ കഫക്കെട്ടൊക്കെ. അപ്പോൾ ഒരു കാര്യം മറന്നു പോകണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകണ്ട കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.